Good afternoon. Good afternoon, ma'am. Okay. ആരാ പറയാ? ഞാൻ ചൊല്ലാം മാം. എങ്ങുമെങ്ങും വെളിച്ചമേ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ ഒന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എങ്കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. ഞാനാണ് മാം. ചെറിയ സ്റ്റോറി പറഞ്ഞ് സൈൻ ഇൻ ചെയ്യാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഒരു റിവറിന്റെ സൈഡില് 2 മരങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഒരു ദിവസം ഒരു കുഞ്ഞു കുരുവി പോയിട്ട് അതിലത്തെ ആദ്യത്തെ മരത്തോട് ചോദിച്ചു, എനിക്ക് നിന്റെ മരത്തില് കൂട് വെക്കാൻ സ്ഥലം തരുമോന്ന്. ആ മരം പറഞ്ഞു, ഇല്ല, ഇതിൽ എന്റെ മരത്തിൽ കൂട് വെക്കാൻ പറ്റില്ല. രണ്ടാമത്തെ മരത്തോട് ആ കുരുവി ചോദിച്ചപ്പോ, ശരി ഞാൻ തരാം, നിന്റെ കുട്ടികൾക്കും എനിക്കും താമസിക്കാനുള്ള കൂട് വെക്കാനുള്ള സ്ഥലം തരാന്ന് പറഞ്ഞ് ആ കുഞ്ഞു കുരുവി അവിടെ കൂട് വെച്ച് അവിടെ താമസിച്ചു. കുറെ ദിവസങ്ങൾക്ക് ശേഷം നല്ല കാറ്റും മഴയും വന്നു. ആ മഴയത്ത് ആ ഫസ്റ്റത്തെ മരം വെള്ളത്തില് അടിച്ചുപോയി. അപ്പൊ ആ കുഞ്ഞു കുരുവി മരത്തിനെ നോക്കി ചിരിച്ചിട്ടേ പറഞ്ഞു, നീ അന്ന് എനിക്ക് സ്ഥലം വെക്കാൻ തന്നില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഈ മഴയത്ത് ഇങ്ങനെ പോയത്, വെള്ളത്തിൽ പോയത് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ആ മരം ആ കുഞ്ഞു കുരുവിയോട് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ഈ മഴയ്ക്കും കാറ്റിനും ഞാൻ താങ്ങില്ല, അത്രയും ഞാൻ വീക്കാണെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് എനിക്ക് ഞാൻ സ്ഥലം തന്നില്ല. അങ്ങനെ ഞാൻ തന്നാണെങ്കിൽ നിന്റെ കുരുവിയും കുട്ടികളും നീയും ഒക്കെ ഇപ്പോൾ വെള്ളത്തിലായിട്ടുണ്ടാവും, അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ തരാണ്ടിരുന്നത് എന്ന് റിപ്ലൈ കൊടുത്തു ആ കുഞ്ഞു കുരുവിയോട്. ഈ സ്റ്റോറിന്റെ മോറൽ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ അവർ അവോയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെയും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. അവർ നമ്മളെ വേണ്ട എന്ന് പറയുന്ന അവിടെ എന്തെങ്കിലും ഒരു റീസൺ അവർ കണ്ടിട്ടുണ്ടാവായിരിക്കും ചിലവർ. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, സോ വി ആർ അവോയ്ഡിങ് എന്ന് പറഞ്ഞിട്ട് മാറിപ്പോണത്. ആരെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണ്ട എന്നുള്ളതാണ് ഇതിന്റെ മോറൽ. നല്ല സ്റ്റോറി ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് അപ്പോ ഞാനാണ് മിസ്. Accept your past without regret, handle your present with confidence, and face your future without fear. APJ Abdul Kalam. ഇനിയപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയും കൂടി സെമിനാർ പ്രസന്റ് ചെയ്യാനുണ്ട് അല്ലേ? ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനാണ്. കഴിഞ്ഞ ആഴ്ച പെങ്ങളെ സുഖമില്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിലാണുള്ളത്, ക്യാൻസർ ആയിട്ട് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഹസ്ബൻഡിന്റെ പെങ്ങള്. അപ്പൊ 3 ആഴ്ചയായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്. അപ്പൊ ഞാൻ മോളെ വിട്ടിട്ടായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഹോസ്പിറ്റലിലോട്ട്. അവർക്ക് മക്കളില്ല, ഒരു മോനേ ഉള്ളൂ, പെൺമക്കളാരും ഇല്ല. അപ്പൊ അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പ്രയർ റൂമിൽ ഇരുന്നിട്ടാണുള്ളത്. ഇല്ല, ഡോക്ടറിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണുള്ളത്. 49 ഇയേഴ്സേ ഉള്ളൂ. അപ്പൊ ആദ്യം ലിവർ സിറോസിസ് വന്നതാണ്, അതത്ര കാര്യാക്കിയില്ല. അതിപ്പോ ഫൈനൽ സ്റ്റേജ് ആയി, ഇപ്പൊ ലിവർ കംപ്ലീറ്റ് പോയി. അപ്പൊ ഇപ്പൊ ജനറ്റിക്കലി ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോ അത് ക്യാൻസറിലോട്ട് മാറും. അങ്ങനെ ഒരു കണ്ടീഷനിലുള്ളതാണ്. അപ്പൊ ബയോപ്സി ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈ വേദനക്കൊരു മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞാല് ബയോപ്സി ചെയ്യാൻ പറ്റുന്നില്ല, വയറ് കുറെ വീങ്ങിയിട്ട്.
അങ്ങനെ ഒരു കണ്ടീഷനിലുള്ളതാണ്. Okay. Good morning, everyone. Today, I am going to present a seminar on the topic supervising and reporting. These two processes play a very important role in the success of any educational institution or organization. They help in maintaining discipline, improving performance, and ensuring proper communication between different levels of authority. Supervision is a continuous process. It is not a one-time activity, but something that must happen regularly to ensure improvement. Principles of supervision. Supervision should always be objective and impartial. Emotion and personal sentiments should not affect judgment. Second one, the superior should not play the role of only motivation or correction, but should act as a guide and instructor also. Supervision is not only explanatory and instructional, but it is also correction and motivational. Last one, supervision is a two-way process. Reporting is done by the superiors to the subordinates and vice versa. Reporting is the process of keeping everyone informed about what is going on. It plays an important role of record keeping, accountability, and decision making. Features of reporting. It accentuates informal relation and shows sensitivity to the needs of subordinates. It promotes personal development by removing restraints and allowing freedom of action. Reporting ensure that executive and subordinates are informed about activities, thereof records, research, and instruction. It keeps both superior and subordinates updated, creating a system of transparency and trust. Importance of reporting. It provides a clear picture of progress and problems. It helps in planning and evaluation. It acts as a permanent record for future reference. In conclusion, supervising and reporting are two sides of the same coin. Supervision ensures that work is carried out properly, while reporting makes sure that everyone is informed and improvements are suggested. Together, they build an efficient, disciplined, and well-organized education system. Thank you. ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ സാജിദ? മലയാളത്തിൽ പറയാം. റിപ്പോർട്ടിംഗ് ഒരു മിനിറ്റ് മിസ്സേ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ എന്താ പറയല് മലയാളത്തിൽ എങ്ങനെ പറയുന്നത്, ഒരു അതോറിറ്റിയുടെ എന്താ പറയല് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓർഗനൈസേഷൻ പ്രോസസ്. സൂപ്പർവിഷനും റിപ്പോർട്ടിങ്ങും ഒരേ ഇതിന്റെ രണ്ട് പ്രോസസ് ആണ്. ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന, സക്സസിന് വേണ്ടി ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന രണ്ടും ഇതാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഓർഗനൈസേഷന്റെ ആയാലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിസിപ്ലിൻ, ഇംപ്രൂവിങ് പെർഫോമൻസ് ആണ്. സൂപ്പർവിഷൻ കണ്ടിന്യൂസ്, അതൊരു വൺ ടൈം ആക്ടിവിറ്റി അല്ല, അത് ഇത് ലോങ് ആയിട്ട് നിന്ന് പോകുന്നൊരു ഇതാണ്. സൂപ്പർവൈസർ എന്ന് പറയുന്ന ആള് ഒരു ഭാഗത്ത് നിൽക്കാതെ ഒരു എന്താ പറയുക അതിന് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. അപ്പുറത്തിപ്പുറത്തൊന്നും ചേരാതെ, ഇപ്പൊ പാരന്റ്സിന്റെ ആയാലും അല്ലെങ്കിൽ ബാക്കി സബോർഡിനേറ്റ്സിന്റെ ആയാലും എന്ത് കാര്യങ്ങളിലും ഒരു റെഡി, നല്ല ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം. ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് അതിന്റെ ഒരു റിവെഞ്ച് പോലെ പെരുമാറുന്ന ആളായിരിക്കരുത്. പിന്നെ റിപ്പോർട്ടിങ്ങിന്റെ ആണ് വിഷയം.
അതെങ്ങനെ മലയാളത്തിൽ പറയണ്ടേന്ന് എനിക്കറിയില്ല മിസ്. റിപ്പോർട്ടിങ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് അത് റെക്കോർഡ്സും കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു ഇതാണ്. അത് വളരെ ക്ലിയറും ഇതുമായിരിക്കണം. പിന്നെ അത് എപ്പോഴും എക്സിക്യൂട്ടീവ്സ് ആയിട്ടും സബോർഡിനേറ്റ്സ് ആയിട്ടും ഇൻഫോം ചെയ്തിട്ട് അതൊരു പ്രസന്റ് ആയിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ വേണം. എപ്പോഴും അതിനൊരു കൃത്യമായ പ്ലാനിങ്ങും ഇവാലുവേഷനും ഉണ്ടായിരിക്കണം. അത് എല്ലാം അതിനൊരു പെർമനന്റ് റെക്കോർഡ്സ് ആക്കിയിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു റെഫറൻസ് ആയിട്ട് സൂക്ഷിക്കണം. അത്രയൊക്കെയാണ്. പറഞ്ഞു കഴിഞ്ഞോ ടോപ്പിക്ക്? പറഞ്ഞു. സാധ്യത ലിസ്റ്റുകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഇതൊന്നും കൊടുക്കാം കേട്ടോ. ഈ നെക്സ്റ്റ് ഇപ്പോ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4th മൊഡ്യൂളിൽ 5 ചാപ്റ്റർ അല്ലേ മിസ് എടുത്തത്? ആണോ? ഓർക്കുന്നുണ്ടോ? നോക്കിയിട്ടുണ്ടോ? അറിയില്ല മിസ്സേ, ഞാൻ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് പോലും കേട്ടിട്ട. 6-ാമത്തെ 8-ാമത്തെ 10-ഉം പിന്നെ 9-ഉം 10-ഉം സെമിനാർ ആയിരുന്നു. പിന്നെ 7-ാമത്തെ മിസ് എടുത്തു. അങ്ങനെ 4 നമ്മളെടുത്താണ് 7 എടുത്തിട്ടുണ്ട്, 8 എടുത്തു, 9, 10. ഓക്കെ, 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ 4th മൊഡ്യൂളില് 5 ചാപ്റ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന്റെ നമ്മുടെ സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇന്ന് തരാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലിസ്റ്റ് നോക്കാം. ഓണം സെലിബ്രേഷൻ തിങ്കളാഴ്ചയാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും പ്രിപ്പയർ ആവാം. ഇവിടെ തുടങ്ങി ആരംഭിച്ചോ പ്രോഗ്രാംസും? ഓക്കെ ഓക്കെ, ചെറുതായിട്ട് ആരംഭിച്ചു. മാം, ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഓണത്തിന് പൂക്കളം ഇടണം എന്നുണ്ട്. അത് മാമിലേക്ക് അത് എങ്ങനെ എത്തിക്കും? മാമിന്റെ നമ്പർ തരുവാണെങ്കിൽ ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ് പോലെ അതിനാക്കിയിട്ട് ആഡ് ചെയ്താൽ മാമിന് ജസ്റ്റ് അതൊന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സാറോട് ചോദിക്കുന്നത് നമ്പർ തരാൻ പാടില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ക്ലാസ് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ കാണിച്ചോളാം. ഓക്കെ, ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിനൊക്കെ ജോയിൻ ചെയ്യിച്ചിട്ട് ഞങ്ങൾ വേറെ ചെയ്തോളാം. അങ്ങനെയാലും മതി. അപ്പോ തിങ്കളാഴ്ച നമുക്ക് സെലിബ്രേഷൻ ആണ്. ബാക്കിയുള്ള ടീച്ചേഴ്സിനൊക്കെ വിളിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയാക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് മിസ് ഒരു ആക്ടിവിറ്റി തരാം. ഇനി എടുക്കാനൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട് പാഠങ്ങള്. ഇനി അപ്പോ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി തരാം. ബാക്കിയെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചാപ്റ്റേഴ്സ് തരുവാണെങ്കിൽ മിസ് എടുക്കാം. അപ്പോ ടോപ്പിക് ഇതാണ്, അബൌട്ട് യുവർ ഡ്രീം. അതിനെ കുറിച്ച് സംസാരിക്കാം. അബൌട്ട് യുവർ ഡ്രീം ടോപ്പിക് മനസ്സിലായോ? ജസ്റ്റ് 5 മിനിറ്റ് തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. സാധ്യതയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ലെഫ്റ്റ് ആയിട്ട് പൊക്കോളൂട്ടോ, കുഴപ്പമുണ്ടെങ്കിൽ. ബുദ്ധിമുട്ടുണ്ടോ സാധ്യത? ഡോക്ടർ വിളിക്കുമ്പോ പോണ്ട വരൂ മിസ്. ഞാനിപ്പോ താഴത്തെ നിലയിൽ വന്നിട്ട് പ്രയർ റൂമിൽ ഇരുന്നിട്ടാണല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പോ ഐസിയുലാണോ? എങ്ങനെയാണ്, എവിടെയാണ് ഇപ്പോ? അല്ല, ഐസിയുവിൽ കിടത്തിയിട്ടൊന്നും കാര്യമില്ല മിസ്സേ. പെയിൻ കില്ലർ പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഈ ലിവർ സിറോസിസ്. അപ്പൊ ജസ്റ്റ് ചെറിയൊരു പവറിൽ പെയിൻ കില്ലർ കൊടുക്കുന്നതാണ്, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്.
അവര് വീട്ടിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു സമാധാനത്തിന് കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഹൈ ഷുഗർ ഉള്ള പേഷ്യന്റ് ആണ്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നു. എത്ര വയസ്സുണ്ട് ആൾക്ക്? 49. മക്കള് ഒരാളാണ്, ഒരു മോനുണ്ട്. എത്രയിലാ പഠിക്കുന്നതാണോ? ഇല്ല, വലുതായിന്, ഒരു 28 years ആയി. ടോപ്പിക് ക്ലിയർ ആയില്ലേ? നമുക്ക് ജസ്റ്റ് സംസാരിക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. തയ്യാറാവരുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. മാം പറയട്ടെ, എന്താ പറയണ്ടേന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. കാരണം ഇപ്പൊ ജോലിയില്ല, കൂലിയില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഡ്രീം കാണാനുള്ള ഒരു ടൈം പോലും ആയിട്ടില്ല. പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഫ്ലോയ്ക്ക് അനുസരിച്ചാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ദ ഫ്ലോ എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോ. പക്ഷെ എന്റെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ടീച്ചിങ് ആണെന്നുള്ള ഒരു സെലക്ഷൻ അതെനിക്ക് ഈ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായി. എന്തോ ബോധോദയം വന്ന പോലെ ഞാൻ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്തു. ഞാൻ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിട്ട് പാസ്സായ ആളാണ്. അപ്പൊ ചെറുപ്പത്തിൽ എന്റെ ആ ഒരു സ്മാർട്ട്നെസ് ഒക്കെ കണ്ടപ്പോ എന്റെ വീട്ടിലെല്ലാരും വിചാരിച്ചു ഞാനവിടെ ഭയങ്കര സംഭവമാവും, വീടൊക്കെ അങ്ങ് രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുപോകും എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ടീച്ചിങ് ഇതിലേക്ക് വന്നപ്പോ എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർത്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും ഒരുപാട് ചീത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ എന്റെ വീട്ടിൽ തന്നെ എന്നെ പുച്ഛിക്കാറുമുണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ടതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പോക്കാണ് ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ചെറുപ്പം തൊട്ട് എനിക്ക് സ്വപ്നമുണ്ട്. സ്വപ്നം എന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരു വീടുണ്ടാക്കണം എന്നതാണ്. അതായത് എന്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമേ അല്ല. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതായത് എനിക്ക് ബ്രദർ ഉണ്ട്, അവർക്കാണ് എന്നുള്ള ഒരു ചെറുപ്പം തൊട്ടുള്ള ചിന്ത നമുക്കുണ്ട്. അപ്പൊ അവിടെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് കല്യാണം കഴിഞ്ഞ എല്ലാ പെമ്മക്കളുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കണം എന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരു 16 വയസ്സ് തൊട്ട്, അത് ബംഗ്ലാവ് ഒന്നുമല്ല, എന്റെ ഡ്രീമിലെ വീട് എന്ന് പറയുന്നത് അതായത് വളരെ ഫണ്ണിയാണ്. 2 കണ്ടമില്ലേ, നെൽപ്പാടം ഇല്ലേ, 2 കണ്ടം വാങ്ങിക്കും. അതിൽ ഒരു കണ്ടത്തിൽ ഞാൻ ചെറിയ വീട് വെക്കും.
അതിന്റെ അടുത്ത കണ്ടം ഞാൻ കുളവാക്കും, അവിടെ ഫിഷിംഗ് ഒക്കെ വെക്കും, ഞാൻ കുറെ ലവ് ബേർഡ്സിനെ വളർത്തും, ഇതൊക്കെ ആയിട്ടുള്ള. പക്ഷെ അത് ചെറുപ്പം തൊട്ടേ എന്റെ മൈൻഡിൽ ആ ഒരു വീടിന്റെ ചിത്രം അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഡ്രീം ഒക്കെ എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഈ ഫാമിലിയിൽ എനിക്കും എന്റെ ഹസ്ബൻഡിനും വന്നിരിക്കുന്ന കാറാണ്. അപ്പോൾ കാറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു ഭണ്ണാരം വാങ്ങിച്ചു. അതിൽ സേവിങ്സ് ഒക്കെ തുടങ്ങി. അതായത് പെട്ടെന്ന് തന്നെ ഇനി ടൈമില്ല, നമുക്ക് വളരെ കുറഞ്ഞ ടൈമുകളേ ഉള്ളൂ. ഇപ്പൊ തന്നെ 30 വയസ്സാവാറായി. അപ്പൊ ഇനിയിപ്പോ എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ള ഒരു ഇതിൽ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്ലോയ്ക്ക് അനുസരിച്ച് മൂവ് ആവുന്ന ആളാണ്. വലിയ വലിയ ഡ്രീം ഒന്നും എനിക്കില്ല. ഒരു സാധാരണക്കാരിയെ പോലെ ജീവിച്ചു പോകാനാണ് എനിക്ക് ഇഷ്ടം. നെക്സ്റ്റ് ആരാ? സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് ആരെങ്കിലും പറയൂ. ഞാൻ പറയാമേ. ഈ മൃദുല പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇപ്പൊ അങ്ങനെ പോവുകയാണ് ജീവിതം. അങ്ങനെ ആദ്യം പഠിക്കുന്ന കാലത്ത് ഒരു LP UP ഒക്കെ വരെ ടീച്ചർ ആവണമെന്നായിരുന്നു. കാരണം നമ്മൾ കാണുന്ന ആകെ ഒരു പ്രൊഫഷൻ അതാണ്. നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാര് അവരെ പോലെ ആവണം, ഇല്ലെങ്കിൽ അവരെ പോലെ ഇന്ന ടീച്ചർ പോലെ ആവരുത്, അങ്ങനെയായിരുന്നു. പിന്നെ ഒരു +2 ഒക്കെ ആയപ്പോ ഒരു വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് ക്ലാസ്സിലെ മിക്ക ക്ലാസ്സിലും ഡിബേറ്റ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ വക്കീലാവുന്നു. പിന്നെ ഒരു ഡിഗ്രി ഒക്കെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ PSC. കാരണം നമ്മൾ മൂത്ത ആൾക്കാർ എന്തിനാണോ പോണത് അതിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഏട്ടന് പോലീസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞാൽ വേഗം PSC നോക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് കിട്ടുന്നു, എന്താപ്പോ 1-2 കൊല്ലത്തിനുള്ളിൽ ജോലി കിട്ടുന്നു. ഓക്കെ, ഡിഗ്രിക്ക് തന്നെ വിടാൻ താല്പര്യമില്ല. കാരണം +2 കഴിയുമ്പോ തന്നെ പൊയ്ക്കോ, എന്നാ LGS എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ അമ്മയൊന്നും സമ്മതിച്ചില്ല, ഡിഗ്രിക്ക് വിട്ടു. പിന്നെ ഏട്ടൻ പറഞ്ഞ് PGക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വേഗം PSC നോക്കാം. കാരണം ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ PSC നോക്കി, 2-3 കൊല്ലം നോക്കി. പക്ഷെ അപ്പൊ തന്നെ പിന്നെ PSCയുടെ ലെവല് മാറ്റി അവര്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആക്കി. പിന്നെ അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ കൊറോണ വന്നു, ആകെ അതില് ഇതായി. ഇപ്പൊ ഒരു ലക്ഷ്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഗവൺമെന്റ് ജോബ് തന്നെയാണ്. അതിന് നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. എക്സാം എഴുതണം. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, പ്രഗ്നന്റ് ആയതുകൊണ്ട്. ഇപ്പൊ പിന്നെ ഏതായാലും ഇതാക്കണ്ടല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എഴുതിയിട്ട് പിന്നെ വാട്സപ്പ് വഴിയാണ് ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. ഇതും നോക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ് PSCന്റെ നോക്കുന്നുണ്ട് ഇപ്പൊ. പിന്നെ ഏറ്റവും വലിയ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, അതായിരുന്നു ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. അത് ഒറ്റയ്ക്ക് വേണം യാത്ര ചെയ്യാറ്. കിട്ടിക്കഴിഞ്ഞ എപ്പോഴും ചെയ്യൂ. അങ്ങനെ. നെക്സ്റ്റ് വേറെ ആരെങ്കിലും? ടീച്ചറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ മൃദുല പറഞ്ഞ കണക്ക് ഞാനിപ്പോ 2 മാസമായി ശരിക്കും ക്ലാസ്സിൽ കയറിയിട്ട്. കാരണം വെച്ചാൽ നമ്മളൊരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് വർക്കുകൾ കൂടുതലായി. ഒരു വർക്ക് മാത്രമല്ല, ഒരു 3-4 വർക്കുകൾ ഒന്നിച്ച് ചെയ്യേണ്ടി വന്നു. ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. കണ്ണിപ്പൂക്കേടായിട്ടിരിക്കുകയാണ്. കണ്ണിക്കേടായിട്ടിരിക്കുകയാണ്. താങ്ക് യു. കണ്ണിക്കേടായിട്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തോട്ട് പോലും പോകാൻ പറ്റാതെ കാരണം ഞാൻ ക്ലാസ്സിൽ വന്ന് കയറിയതാണ്. നമ്മൾ വിചാരിച്ചെടുത്ത് കാണാറില്ല. കാരണം വെച്ചാല് ഞാൻ രാവിലെ പോയി കഴിഞ്ഞാല് വൈകുന്നേരം ഒക്കെ ആയിരിക്കും വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പൊ പിന്നെ ക്ഷീണം, പിന്നെ ഇവിടുത്തെ ജോലി എല്ലാം കൂടെ ഒന്നാണ്. മൃദുല പറഞ്ഞ ഒരു ഒഴുക്കിന് അങ്ങോട്ട് നമ്മൾ പോകുന്നു. ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ എത്താൻ പറ്റില്ല. ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് സാധിക്കണില്ല. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിനെ എടുത്തോട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചത്. അപ്പൊ ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചാടി പോന്നു. അപ്പൊ ഇപ്പൊ പോയി തിരിച്ചു പോയി, ആള് റിട്ടേൺ പോയി. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നാണ്. ഇതുവരെ സാധിച്ചിട്ടില്ല.
ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ എന്തായാലും ആഗ്രഹങ്ങൾ ഒരുപാടാണ്, പറയാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ഒഴുക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കുറെ നമ്മൾ ലൈഫിൽ വന്ന് ചേരുന്നുണ്ട് കേട്ടോ മാം, അതും പറയണം. എന്ന് വെച്ചാല് പറയല്ലേ, നമ്മളിപ്പോ ആമ്പൽ ഇങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഇങ്ങനെ പോകുമ്പോ അപ്പൊ എവിടെയെങ്കിലും ഒരു കരക്കടിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിൽക്കും കുറച്ചു നാള്. അപ്പൊ പിന്നെ അടുത്തത് വരുമ്പോ അങ്ങനെ പോകും. അങ്ങനെ ഒരു രീതിയായി പോണ് ജീവിതം. അത് നമുക്ക് മാത്രമല്ല, നമ്മളുടെ അനുഭവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കാന്ന് വിചാരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് കൂട്ടിമുട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് ആരാ? സാബിറിനെ കുറെ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ 1.5 മാസത്തിന്റെ അടുത്ത് ക്ലാസ്സിൽ വന്നിട്ടില്ല മാഡം. എന്ത് പറ്റി? എന്റെ മൂത്ത മോനിക്ക് വയ്യ. 10-12 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോഴും പനിയായിരുന്നോ? പനിയല്ല, വയറുവേദനയാണ്. CT സ്കാൻ വരെ ടെസ്റ്റുകൾ ചെയ്ത് നിർത്തി. പക്ഷെ അതിലൊക്കെ കോളൻ, ലോഡഡ് മോഷൻ, അങ്ങനെയൊക്കെ ഈ മോഷൻ ടൈറ്റ് ആവുന്നത് മാത്രമാണ് സിംറ്റം കാണിക്കുന്നുള്ളൂ. പക്ഷെ അവന് ഇന്നലെ ഇപ്പൊ രാത്രി നല്ല പെയിൻ ആയിരുന്നു. രാവിലെ നീക്കുമ്പോഴും പെയിനാണ്. ഇന്നിപ്പോ സ്കൂളിലേക്ക് പോയിട്ടില്ല. ആകെ ഈ ഒരു മാസത്തിൽ ഒരു വട്ടമാണ് സ്കൂളിലേക്ക് പോയത്. അങ്ങനെ ഈ കുട്ടീനെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് ശരിയല്ലാത്ത കാരണം ക്ലാസ്സിൽ കയറാറില്ല. ഈ സമയത്ത് ഞാൻ ഫ്രീ തന്നെ ആയിരിക്കും, കൊച്ചിനെ നോക്കിയിട്ടൊക്കെ ഫ്രീ ആയിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് കുട്ടീനെ ICUലൊക്കെ കയറ്റിയപ്പോഴേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയായി. അപ്പൊ പിന്നെ ഹസ്ബൻഡ് പെട്ടെന്ന് ലീവിന് വന്നു. ഇവന്റെ ഇപ്പൊ ഏതായാലാണ് ആൾക്ക് തിരിച്ചു പോകാൻ പറ്റും. ലീവിനല്ലല്ലോ വന്നത്, എമർജൻസി ആയിട്ട് വന്നതാണ്. അപ്പൊ ആൾക്കും പോകാനൊന്നും പറ്റണില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എന്ത് ഡ്രീമാണ്, എന്റെ ഡ്രീം അൺലിമിറ്റഡ് ആണ്. അപ്പൊ ഞാന് എന്താ ഇപ്പൊ പറയാ, ഇപ്പൊ സന്തോഷമില്ല. എന്നാ ഇത് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് മെഡിസിൻ കൊടുത്ത് മാറുകയാണെങ്കിൽ കുഴപ്പമില്ല. ചേഞ്ച് കാണിക്കുകയാണെങ്കിൽ 2 ദിവസം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ഇതന്നെ. അപ്പൊ ഡോക്ടർമാരുടെ സജഷൻ ഇനി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം എന്നാ. പക്ഷെ എന്തെങ്കിലും സിംറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇനി കൊളനോസ്കോപ്പി ചെയ്ത് നോക്കാവോ എന്ന് നമുക്ക് ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചു നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വരുമോ ഒന്നും അറിയില്ല. എപ്പോഴാ പെയിൻ കൂടുന്നത് അങ്ങനെ. ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാര്യങ്ങളൊക്കെയാണ്. എന്റെ മോളും കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ അഡ്മിറ്റ് ആയിരുന്നു. പനി വന്നിട്ട് 5ാം പനി. ഞാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് അറിയില്ല. 5ാം പനി ആയിരുന്നു ഹോസ്പിറ്റലില്. അതുപോലെ തന്നെ മദറിലോയും ആ ദിവസം തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പനി 2 വേറെ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് മോളുടെ അടുത്തേക്കാണ് പോണത്. ഹസ്ബൻഡും അതുപോലെ തന്നെ ഡാഡിയും അവിടെ നിൽക്കും, അവരുടെ അടുത്ത് നിൽക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ കൂടെ കടന്നു പോയത്. കാരണം 1.5 വയസ്സുള്ള കുട്ടിനെ ഞാൻ ഫീഡ് ചെയ്യണതാണല്ലോ. അവനെ ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റില്ല, അത് സർജറി വാർഡായ കാരണം നിർത്താൻ പറ്റില്ല. വേറൊരാളും കൂടി ഉണ്ടല്ലോ UKGയിൽ പോണേ. ഇവർ രണ്ടുപേരും എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ ഉമ്മയ്ക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ള കാരണം ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി ഓരോരോ കാര്യങ്ങൾക്ക് പോകാനൊന്നും പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിൽ തനിച്ചാണ്. പക്ഷെ ചെറിയ കുട്ടിക്ക് എന്നെ കാണാതെ ഒന്നും ഇരുന്നിട്ടില്ലല്ലോ, 1.5 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ആ കുട്ടി, ഇവന്റെ ഒരു ഇത് ഞങ്ങളെല്ലാവരെയും ബാധിച്ചു. ഇവൻ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നു, മറ്റേ മക്കൾക്കും ബുദ്ധിമുട്ടായി. മറ്റേ കുട്ടിയും കൊച്ചും സ്കൂളിൽ പോയിരുന്നില്ല. മൊത്തത്തിൽ എന്താ പറയാ, ആകെ എന്തോ ഒരു പോലെയായിരുന്നു. അത് കാരണം എനിക്ക് ക്ലാസ്സിൽ കയറാനും സാധിച്ചിരുന്നില്ല. ഇപ്പൊ സ്റ്റിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അതിന്റെ മുന്നേ 2 ഡോക്ടേഴ്സിന്റെ റെഫറൻസ് എടുത്തിട്ടാണ് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് ഒരുവിധം CT ഒക്കെ അത്യാവശ്യം വലിയ സ്കാനിങ് ആണല്ലോ. അതൊക്കെ കഴിഞ്ഞ് MRI എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. CT എടുത്തിട്ട് അതിലൊന്നും ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഫുള്ളും അവന്റെ വൻകുടലില് മോഷൻ കട്ടയായിട്ട് നിൽക്കുന്നു. പക്ഷെ പെഗ്ലക്ക് എന്ന് പറയുന്ന ഈ സർജറി മെഡിസിൻ വരെ കൊടുത്തു നോക്കി വയറിളക്കാനായിട്ട്. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനാണ്. അത് 2 ലിറ്റർ വെള്ളത്തിലാണ് ആ പെഗ്ലക്കിന്റെ പൗഡർ കലക്കുന്നത്. അത് ഒരു സിപ്പ് കുടിക്കുമ്പോഴേ നമുക്ക് ഈ വയറിളക്കം എന്ന് പറയാൻ പറ്റില്ല, അതിനും കൂടിയ കടുപ്പത്തിൽ ഒരു മഞ്ഞ വെള്ളം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്
റിട്ടേൺ പുറത്തേക്ക് പോകും, കുടിക്കുന്നതിനനുസരിച്ച് പുറത്തേക്ക് പോകും. ഒപ്പം ട്രിപ്പ് ഇടണം, കുട്ടിക്ക് ക്ഷീണം വരും, ഒപ്പം ട്രിപ്പ് ഇടണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവന് വയറുവേദനയ്ക്ക് കുറവില്ല. എല്ലാ ടെസ്റ്റിലും ഇതാണ് കാണിക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടുന്ന് നമ്മൾ പോന്നിട്ട് ഒരു ദിവസം രാത്രി നന്നായി സിവിയറായിട്ട് പെയിനായി വേറെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വെച്ചിട്ട് ഇറങ്ങി. പക്ഷെ കാറിലൊന്നും അവൻ ഇരിക്കണില്ല, ഇങ്ങനെ കുത്തി മറിയ വേദന ഉണ്ട്. അപ്പോൾ അടുത്തൊരു ക്ലിനിക്കിൽ കയറി സൈക്ലോപാമിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ ഓക്കെ ആയി. ഒരു അരമണിക്കൂറിനുള്ള ആൾ ഉറങ്ങിപ്പോയി. പക്ഷെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെറുതുരുത്തി എന്ന് കേട്ടിട്ടുണ്ടോ? ചെറുതുരുത്തി, അവിടെ ഒരു ഷാജഹാൻ ഡോക്ടർ ഉണ്ട്. അപ്പൊ ആള് നല്ല കുട്ടികളുടെ ഡോക്ടറാണ്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ സിറ്റിങ്ങിന് പോയി. 10 ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ട്. ഇത്ര ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ വീണ്ടും പെയിൻ ചാടി. ഇത് എന്തുകൊണ്ടാ പെയിൻ വരുന്നതെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഡ്രീമൊക്കെ ഒരുപാടാണ് മാഡം. ആദ്യം ഇൻഡിപെൻഡന്റ് ആവണം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ ഒരുപാട് ഡ്രീമുകളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞില്ലേ 2 കണ്ടം മേടിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ, എന്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു, ഒരു വാളിൽ തൂക്കുന്ന ഒരു ഫ്രെയിം. അപ്പോൾ അതിലൊരു ചെറിയ അരുവി, വീട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും ഇതുപോലെ ഒരു വീട് വെക്കണം എന്നിങ്ങനെ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കുറെ സ്ട്രഗിൾ ചെയ്തു. അതിനിടയിൽ നമ്മളങ്ങനെ നമുക്കിപ്പോൾ വീട്ടിൽ ഓരോ പോരായ്മകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ പറയും അന്തവും കുന്തവും ഇല്ലാത്ത കാലത്ത് വീട് വെച്ച കാരനാണ് വീട് എന്ന്. കാരണം ഓരോരോ സജഷൻസും ഓപ്ഷൻസും വരുമ്പോൾ അത് നടക്കാതെ പോകുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അധികം ഏജ് ആവാതെയാണ് വീട് വെച്ചത്. എനിക്കൊരു 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥലം മേടിച്ചിട്ടുണ്ടാവും. ആൾക്കൊരു 27 അങ്ങനെ ഉണ്ട്, 8, 9 ഒക്കെ ആകുമ്പോഴത്തേനൊക്കെ ഞങ്ങൾ സ്ഥലം മേടിച്ച് വീടിന്റെ കാര്യങ്ങൾ നോക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങള് പണിക്കാർ പറയുമ്പോൾ ചെയ്തോ, നമുക്കൊരു സജഷനും ഇല്ല. അങ്ങനെയാണ് വീട് വെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഫ്രെയിം ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വീടൊക്കെ റെനോവേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ഫ്രെയിമാക്കി വെക്കാൻ. അതിൽ നിന്നാണ് നമ്മൾ വീട് എന്നുള്ള സ്വപ്നം കാണുന്നതല്ലോ. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ലൈഫ് നോക്കിയാൽ ഓക്കെ ആണ്. പക്ഷെ നമുക്ക് സ്റ്റിൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയത് കാരണം ഇപ്പൊ ഭയങ്കര കാട്ടാന ശല്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേറൊരു നല്ല ജോബൊക്കെ കിട്ടി ഇവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകണം. അങ്ങനെയൊക്കെയുള്ള ഓരോ ദിവസവും നമ്മുടെ ആഗ്രഹങ്ങളും ഓരോരോ സിറ്റുവേഷനനുസരിച്ച് നമുക്കിങ്ങനെ പുതിയ പുതിയ ഡ്രീംസ് വരും. പക്ഷെ എനിക്ക് ഒരിക്കലും ലൈഫിൽ നടക്കില്ല എന്നറിയാത്ത കുറേ ഡ്രീംസ് ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായി വയലിൻ പഠിക്കണം, ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ട്രാവൽ ചെയ്യുക, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർ ആവുക. ഇങ്ങനെ എൻ്റെത് അൺലിമിറ്റഡ് ആണ്, എവിടെയും നിൽക്കില്ല. ഓക്കെ മാഡം. ഡ്രീംസ് ഒക്കെ നടക്കട്ടെ. സൂപ്പറായിരുന്നു ഡ്രീം ഒക്കെ എല്ലാവരുടെയും. പക്ഷെ നടക്കണമല്ലേ. മാം, ഓരോ മാസം ഇപ്പൊ സാബിറ പറഞ്ഞ പോലെ ഓരോ മാസം ഓരോന്നാണ് നമുക്കൊക്കെ ഉള്ള ഡ്രീം. ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആള് IT ഫീൽഡിലാണ്. അവളും ഞാനും എപ്പോ വിളിച്ചാലും നമുക്കൊന്ന് ചായക്കട തുടങ്ങിയാലോ, നമുക്കൊന്ന് ഹോട്ടൽ തുടങ്ങിയാലോ, ഇങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുക. ലാസ്റ്റ് ഇപ്പൊ സ്കൂളിലെത്തി, നമുക്ക് മോണ്ടിസറി സ്കൂള് തുടങ്ങാം, ഞാനതെല്ലാം പഠിക്കാം, നീ പൈസ ഇറക്കിയാൽ മതി, ആ രീതിയിലായിട്ടുണ്ട് ഇപ്പൊ. പ്ലാനിങ്ങിന് ഒരു കുറവുമില്ല. എന്താണ് പ്ലാനിങ്ങിന് കുറവില്ലാന്നല്ലേ? പ്ലാനിങ്ങിന് കുറവില്ല, നടക്കണില്ലല്ലോ ഒന്നും. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉയർന്ന ചിന്താഗതി മൂഞ്ചിയ ജീവിതം. നമ്മുടെ പക്ഷേ വേറൊരെണ്ണുണ്ടല്ലോ, എന്താ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുന്നില്ല, അങ്ങനെയില്ലേ അല്ലേ? അപ്പൊ അങ്ങനെയുണ്ട്. പക്ഷേ മിസ് പറഞ്ഞ കണക്ക് ഒരാഗ്രഹങ്ങൾ നടക്കില്ല. ഇപ്പൊ ഞാൻ ഇന്നാളെ ഒരു കുട്ടി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സ്കൂള് തന്നെ തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തർ ഓരോ ടീച്ചേഴ്സ് ആയിട്ട് ഓരോ വിഷയത്തിന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ഫണ്ടിറക്കാനില്ല, എല്ലാരും കൂടെ ആകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ആരാ? ലഹിത. എനിക്ക് പറഞ്ഞ പോലെ തന്നെയാ മിസ് മൃദുല പറഞ്ഞ പോലെ തന്നെ, സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം, അതാണ് ഏറ്റവും വലിയ ഡ്രീം. പക്ഷെ ഞാനിപ്പോഴേ എന്റെ വീടിന്റെ അവിടെ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ ഭയങ്കര ഉള്ളേരിയ. അപ്പൊ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിക്കണമെങ്കിലൊക്കെ ഞങ്ങക്ക് 4-5 കിലോമീറ്റർ ഒക്കെ പോണം.
അപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ കല്യാണമൊക്കെ അറേഞ്ച് ചെയ്ത് വരുമ്പോ നമ്മള് കാണില്ലല്ലോ. ഹസ്ബൻഡ് വീടും കാര്യങ്ങളൊന്നും നമ്മള് കാണില്ല. നമുക്ക് ഇവിടെ ഫസ്റ്റ് കല്യാണത്തിന്റെ അന്ന് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമായി. നല്ല പിള്ളേരിയാ ബസ് അന്ന് അച്ഛനമ്മയൊക്കെ അന്വേഷിക്കുമ്പോ ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോ ബസ്സൊന്നുമില്ല. കൊറോണയുടെ ആ ഒരു ടൈമിലായിരുന്നു കല്യാണം. അപ്പൊ ബസ്സും കാര്യങ്ങളൊക്കെ കൊറോണയോട് കൂടിയിട്ട് ബസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ബസ്സില്ല. എല്ലാവർക്കും വണ്ടിയും കാറൊക്കെ ഇപ്പൊ പിന്നെ ബസ് സത്യം പറഞ്ഞാൽ ബസ് ഓടിയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ വന്നപ്പോ പിന്നെ ഞാന് മാരേജിന് തന്ന ഗോൾഡ് ഇടണത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കൊടുത്ത് ഞങ്ങള് കുറച്ച് സ്ഥലം മേടിച്ചിട്ടു. കുറച്ച് റോഡ് സൈഡ് ആയിട്ട് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അവിടെ വീട് പണിയണം. അതാണ് ഇവിടെയല്ല, ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റർ അടുത്തായിട്ട്. എന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്കും താല്പര്യമാണ്. ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക്. അതിന്റെ ഒക്കെ നടുവിലാണ് നമ്മുടെ വീട് ഇരിക്കണേ. അപ്പൊ കൊടുക്കല് അത്ര എളുപ്പാവില്ല. അതുകൊണ്ട് ഇവിടെ കിടന്നോട്ടെ, എന്തായാലും ഒരു അസറ്റ് ആയിട്ട് അവരുടെ അച്ഛന്റെ ഒക്കെ ഒരു ഇതല്ലേ. അപ്പൊ ഇവിടെ കിടന്നോട്ടെ, നമുക്ക് എന്തായാലും വേറെ വീട് വെക്കാം, അങ്ങനെയൊക്കെ ഒരു ഇത്. അതാണ് ഏറ്റവും വലിയ ഡ്രീം. ആള് നമ്മുടെ കേരള വിഷന്റെ ചാനലില്ലേ, അതിന്റെ വീഡിയോഗ്രാഫറാ. പിന്നെ നെക്സ്റ്റ് ആരാ? ശ്രുതിയുടെ ഡ്രീം എന്താ? ശ്രുതി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ഡ്രീം ഒക്കെ കുറെ ആയിരുന്നു. ഇത്ര നേരം എന്റെ കയ്യിൽ ആദ്യം കുട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മൈക്ക് ഓൺ ചെയ്യാണ്ടിരുന്നത്. ഓൺ ചെയ്ത് ഞാൻ സംസാരിക്കില്ല, അവളായിരിക്കും പാടുക, അതുകൊണ്ട് പിന്നെ ഓൺ ചെയ്തില്ല. എനിക്ക് എന്റെ ശരിക്കത്തെ ആഗ്രഹം ടീച്ചർ ആവണമെന്നായിരുന്നു. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് എപ്പോഴുള്ള ആഗ്രഹമാണ്. ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇത് പഠിച്ചാലും PhD എടുക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ PhD എടുക്കണം. അതിന്റെ ഒരു എത്ര വയസ്സായാലും ഞാൻ അത് എടുക്കുന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അത്ര ഒരു ആഗ്രഹമാണ്. അതെനിക്ക് പറയുമ്പോ തന്നെ എന്റെ ഒരു ഉള്ളിലൊരു നമുക്ക് തോന്നില്ലേ, നമുക്കത് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ്. എന്റെ പേരിന്റെ മുമ്പിൽ ഒരു ഡോക്ടറേറ്റ് വേണം, അതൊരു വലിയൊരു ആഗ്രഹമാണ് എനിക്ക്. പക്ഷെ അതിന്റെ കുറേ സ്ട്രഗിൾ എന്തായാലും ചെയ്യേണ്ട വരുന്നറിയാം. നമ്മള് വിജയിച്ചിട്ട് നമുക്ക് അതിനുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്തിപ്പെടും. ഇത് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. നമ്മള് കോളേജില് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തന്നെ ഓരോ ടീച്ചർമാരുടെ ഫ്രണ്ടില് ഇങ്ങനെ ഡോക്ടറേറ്റ് ഒരു PhD എടുത്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ കാണില്ലേ. അപ്പൊ അപ്പോഴൊന്നും അറിയില്ലായിരുന്നു ഇതെന്താണ് ഇവര് ഡോക്ടർ പഠിച്ചതല്ലേ, പിന്നെ എങ്ങനെ ഡോക്ടർ എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ഒരു ഇത്. പിന്നെ അറിഞ്ഞ് PhD എടുത്താലും ഇതൊരു കിട്ടും എന്നുള്ളത്. അപ്പൊ അത് എടുക്കണം എന്നറിയാം. പിന്നെ അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞു, നമുക്ക് ഫീൽഡ് ഇങ്ങനെ പഠിക്കേണ്ടതൊന്നും സെലക്ട് ചെയ്യാനൊന്നും അറിഞ്ഞില്ല. എല്ലാരും ഞാൻ തിരുപ്പൂരായതുകൊണ്ട് കമ്പനികള് ജോലി, ബാങ്ക് ഫീൽഡ് അങ്ങനെ പറഞ്ഞിട്ട് BCom-ഉം MCom-ഉം ആയിരുന്നു ഞാൻ. HR അപ്പൊ നമുക്ക് PhD HR എടുക്കണമെങ്കിൽ കുറച്ചെങ്കിലും HR-നെ കുറിച്ചുള്ളത് നമ്മൾ എടുക്കണം. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ ആരും അക്സെപ്റ്റ് ചെയ്തില്ല. അവരുടെ ഒരു ഇതിലാണ് ഞാൻ BCom-ഉം MCom-ഉം ഒക്കെ എടുത്തത്. എനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ എടുത്താൽ എന്റെ ഇവിടെ എല്ലാരും MCom ആണ് BCom ആണ്, എന്നെ അത് തന്നെ പഠിപ്പിച്ചു എടുത്തു. പിന്നെ ബാങ്ക് ഫീൽഡൊക്കെ കുറെ നോക്കി, പക്ഷെ അപ്പോഴും എനിക്ക് അറിയായിരുന്നു എന്നെ കൊണ്ട് അത് പറ്റില്ല, പോസിബിൾ അല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡിൽ വേറെ ഒരു കോൺസെപ്റ്റ് ആണ്, നമ്മൾ വേറെ എന്തെങ്കിലും സെറ്റ് ആയിരിക്കാണ്. എത്ര വലുതാണെങ്കിലും ഞാൻ ഇല്ല, എക്സാം ഒക്കെ എഴുതി പ്രിലിംസും മെയിൻസും കിട്ടി. പക്ഷെ പ്രിലിംസ് കിട്ടി, മെയിൻസിൽ കിട്ടാണ്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കുറെ. SBIയിലൊക്കെ പ്രിലിംസ് കിട്ടും, മെയിൻസ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 1-2 എഴുതി കിട്ടി. ഇങ്ങനെ ആയപ്പോ തന്നെ പറഞ്ഞു ഞാൻ എഴുതുന്നില്ല, പറഞ്ഞില്ല ട്രൈ ചെയ്തോ പറഞ്ഞു ഹസ്ബൻഡ്. കുറെ ട്രൈ ചെയ്ത് പിന്നെ ഞാൻ വിട്ടു. പിന്നെ പ്രഗ്നന്റ് ആയി, പിന്നെ എഴുതാൻ എനിക്ക് താല്പര്യമില്ല, വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, നമ്മളെന്തെങ്കിലും ഇതായിട്ട് വേണം എഴുതാൻ പറഞ്ഞ് വിട്ടു ഞാനത്. പിന്നെ എനിക്ക് ഗവൺമെന്റ് ജോലിയോട് വലിയ താല്പര്യമില്ല മാം, അതുകൊണ്ട് ഞാൻ ആ ഫീൽഡ് അങ്ങനെ പോവാറേ ഇല്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയോട് താല്പര്യം, ഗവൺമെന്റ് കിട്ടാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കും. അത് ചെറുപ്പം തൊട്ട് ഞാന് ഗവൺമെന്റ് ജോലിക്കാരനെ അങ്ങനെ കണ്ടിട്ടില്ല മാം. ഞങ്ങൾക്ക് ഫുള്ളും പ്രൈവറ്റൈസ്ഡ് ആയിരുന്നു അവിടെ. നമ്മൾ പ്രൈവറ്റ് കമ്പനി കുറച്ച് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ 10th or 12th കഴിഞ്ഞു ഒരു കമ്പനി കയറും, അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കണ്ടു വളർന്നതാണ്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പനി തുടങ്ങും, അതിലൊരു ഓൺ എന്റർപ്രണർ ആയിരിക്കും. അങ്ങനെ കണ്ടു വളർന്നിട്ട് നമുക്ക് ഈ ഗവൺമെന്റ് ജോബിനോട് വലിയ താല്പര്യം എനിക്കില്ല.
അതാണ് ഞാൻ വിട്ടു. പിന്നെ കുറെ ഇടയ്ക്ക് ഒരു 2 years പഠിത്തേ ഇല്ലായിരുന്നു. ബുക്ക് വരെ സാധനം തൊടാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പിന്നെയും ഹസ്ബൻഡിന്റെ നിർബന്ധവും പിന്നെ എന്റെ മോന്റെ ഒരു ആഗ്രഹവും അവൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ടീച്ചർ ആവണമെന്ന്. അപ്പോ അവന്റെ ഒരു നിർബന്ധത്തിനാണ്. ഇപ്പൊ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ഇരുന്നപ്പോ ആദ്യം പറഞ്ഞു സ്മാർട്ട് സിറ്റി തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇതിൽ വിളിച്ചു ചോദിച്ചത്. പിന്നെ തോന്നി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എനിക്കിപ്പോ പറ്റില്ല, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോണ്ടിസറീസ് എടുത്ത് പഠിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നു. അപ്പൊ എനിക്ക് കേറുമ്പോഴൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ലാംഗ്വേജ് പ്രോബ്ലത്തിന്റെ പേടിയുണ്ടായിരുന്നു, പിന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എവിടെയാണെങ്കിൽ ഞാൻ ഒരു ടീച്ചർ ആവും എന്നുള്ളത്. അവസാനം എന്റെ ഡ്രീമിലേക്ക് തന്നെ ഞാൻ തിരിച്ചെത്തി എന്നുള്ളൊരു തോന്നല് വന്നു. ഇപ്പോഴാണ് ശരിക്കും ഒരു മലയാളം ഫ്ലൂയന്റ് ആയത് ആഫ്റ്റർ മാരേജ് ആയിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഫ്ലൂയന്റ് ആയി ക്ലാസ്സിൽ ശേഷം. സംസാരിക്കും പേടിച്ച് ഇരുന്നപ്പോഴും കുറെ നമ്മളിങ്ങനെ എല്ലാവരുടെയും കേൾക്കുമല്ലേ, കേൾക്കുമ്പോൾ നമ്മളും സംസാരിച്ച് നോക്കാം എന്ന് നോക്കി ഇപ്പൊ അതും കുറച്ചും കൂടി ഫ്ലൂയന്റ് ആയി. ശ്രുതിയും മൃദുലയും സാബിറയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഭൂരിഭാഗം അവര് തന്നെയാണ് എല്ലാ ക്ലാസ്സിലും സംസാരിക്കുന്നത് അല്ലെ. എന്തെങ്കിലും പ്രത്യക്ഷ സംസാരിക്കും. അതുപോലെ നമ്മുടെ ലീഡറിന്റെ പേരെന്താ, നിത്യ സംസാരിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് പേര് മാത്രം. മുന്താസ് സംസാരിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഓരോ സൈൻ ഇൻ ചെയ്യുമ്പോഴും മലയാളത്തിൽ സ്റ്റോറി പറയാറുണ്ട്. പക്ഷെ എന്റെ മോന് ഇനി ഞാൻ മലയാളത്തിൽ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നു. അവന് തമിഴില് ഞാൻ സ്റ്റോറി പറഞ്ഞു കൊടുക്കുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എന്താണ് എനിക്ക് അതേ കിട്ടുള്ളൂ, ആ ഒരു എക്സ്പ്രഷനും അതിലെ കിട്ടുക. അപ്പൊ അവന് അത് ഇഷ്ടമാണ്, അതാണ് ഇഷ്ടം, അവനത് മനസ്സിലാവും. അവന് അങ്ങനെ പറഞ്ഞു കൊടുക്കാറ്. അവരിപ്പോഴും അവിടെ പോയി പഠിക്കുന്നതാണ് അവന്റെയും ആഗ്രഹം. അവൻ അവിടെ ഇഷ്ടം. കൊച്ചു ഡ്രീം PhD എടുക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് മോണ്ടിസോറി പിള്ളേർക്ക് ഒരു സ്കൂളിൽ തുടങ്ങിയാലോ അല്ലെ? ടീച്ചേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ ജോലി ചെയ്യാല്ലേ? അതൊക്കെ ചെയ്യാം. ചാൻസ് പോസിബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലേ, ടീച്ചേഴ്സ് ആയിട്ട് നമ്മളും ഉണ്ട്. ഇത്തിരി ഫണ്ട് ഇറക്കണമെന്ന് മാത്രം, ബാക്കി നമുക്ക് ഫണ്ട് വേണല്ലേ. നെക്സ്റ്റ് ആരാ? ഒരു ഡൗട്ട്. പിന്നെ എന്താ ഞാനിത് കണ്ടു PPTTC ഒരു ഗവൺമെന്റ് ജോബിന്റെ ഒഴിവ്. അത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? PPTTC പ്രീ പ്രൈമറി TTC അല്ലേ? ഓക്കെ ഇതാണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞേ. PPTTC അത് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്കും അപ്ലൈ ചെയ്യാം അല്ലേ? അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. PSC-യിലൂടെ അതിലൂടെ ഞാൻ കണ്ടത്. നെക്സ്റ്റ് ആരാ പറയാം? ആരുമില്ല? എല്ലാരും പോയോ? മാമിന്റെ ഡ്രീം എന്താ? എന്റെ ഡ്രീമും ടീച്ചർ ആവാൻ തന്നെയായിരുന്നു. പണ്ടൊക്കെ നമ്മള് സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് അമ്മനെയും അല്ലെങ്കിൽ പപ്പനെയൊക്കെ ഇരുന്ന് പഠിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ മോളും. അവർ രണ്ടുപേരും പഠിപ്പിക്കലും അടിക്കലും തൊഴിയൊക്കെ എന്തോ തൊഴിയാണ് ഉള്ളത്. വീട്ടിലൊക്കെ നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ പിന്നെ കുട്ടികളായിട്ട് നമ്മള് കളിക്കുമ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ കളിക്കുമല്ലോ. അപ്പൊ ടീച്ചർ ആവാനായിട്ടാണ്, ആരാവും ടീച്ചർ ആവാനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ തല്ലി പിടിച്ചിരിക്കുന്നത് അവരായിട്ട്. അങ്ങനെ ടീച്ചറായിട്ട് കളിക്കും. അപ്പോ ഭയങ്കര ഇഷ്ടം ടീച്ചർ ആവാൻ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ BCom എടുത്തു, പിന്നെ MCom എടുത്തു, അതിനുശേഷം BEd എടുത്തു. പിന്നെ അങ്ങനെ ടീച്ചർ പ്രൊഫഷനിലോട്ട് വന്നു. പിന്നെ എപ്പോഴും ഡാഡിയും പറയും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ മറ്റു ജോബിനെക്കാട്ടിലും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. വെക്കേഷൻ ഉണ്ടെങ്കിൽ വെക്കേഷൻ, അതുപോലെ തന്നെ ഓരോ സെലിബ്രേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കുമല്ലേ. ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ 10 ഓണത്തിനാണെങ്കിൽ 10 ദിവസവും, അതുപോലെ തന്നെ ക്രിസ്മസിനാണെങ്കിൽ 10 ദിവസം കിട്ടും. പിന്നെ അതുപോലെ തന്നെ
2 മാസം വെക്കേഷൻ കിട്ടും അതുപോലെ. അപ്പൊ അവർക്ക് താല്പര്യം ടീച്ചറാക്കാൻ തന്നെയായിരുന്നു. അങ്ങനെ ബിഎഡ് അപ്പൊ രീതിയിൽ പോകുന്നു ടീച്ചറായി. എന്നാലും ഗവൺമെന്റ് കിട്ടാൻ തന്നെയാണ് താല്പര്യം. ഗവൺമെന്റിന്റെ എനിക്ക് കേട്ടറ്റ് ഒക്കെ കിട്ടിയപ്പോ ഈ മാസത്തെ ഈ പ്രാവശ്യത്തെ UP LP അത് ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. എന്നാലും ടീച്ചറോട് ചോദ്യം ചെയ്യട്ടെ, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ജോലി ഏതാന്ന് വെച്ചാല്, ബഹുമാനം വെച്ചാൽ എല്ലാ ജോലിക്കും ഒരു ബഹുമാനം ഉണ്ട്, നമ്മളൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോലി എന്ന് വെച്ചാൽ എന്താ പറയാ? എന്താ പറഞ്ഞത്? ക്ലിയർ ആവണ്ടായിരുന്നില്ല. അത് ഏറ്റവും നല്ലൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ടീച്ചറിന്റെ അഭിപ്രായത്തില് ഏതാണ്, ആർക്കാണ് മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത്? ഒരു നല്ല ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർക്കാണോ, ടീച്ചർക്കാണോ, ഒരു ഡ്രൈവർക്കാണോ, ഒരു വക്കീലിനാണോ, ആർക്കാണോ എന്ന് പറയും? അതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രൊഫഷൻ അല്ലേ. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡ്രൈവർക്കായിരിക്കും. കാരണം വെച്ചാൽ 2 കണ്ണ്, മനസ്സ്, 2 കൈ, 2 കാല്, എപ്പോഴും ആളുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കഴിഞ്ഞ പോയാ. എന്നുവെച്ചാൽ 2 കാലും പ്രവർത്തിക്കണം, ക്ലച്ച് വേണം, ബ്രേക്ക് വേണം, 2 കൈ സ്റ്റിയറിംഗിൽ വേണം, 2 കണ്ണ് വരുന്ന വണ്ടികളെ നോക്കണം, മൈൻഡ് നേരെ ആയിരിക്കണം. പക്ഷെ ഒരു ടീച്ചർക്ക് അതിന് കഴിയുമോ? ഇല്ല. അപ്പൊ ഡോക്ടർക്കായാലോ? ഡോക്ടർക്കും കഴിയില്ല. കാരണം വെച്ചാൽ കാലം അവിടെ വെറുതെ ഇരിക്കല്ലേ, കാല് നടന്നാൾ പോകണല്ലോ. ഇല്ല, അങ്ങനെയല്ല പറഞ്ഞത്. കൈ കൊണ്ട് വെച്ചാല് ഫുൾ അവർ ബോഡി വർക്ക് ചെയ്യണത് ഒരു ഇതെന്ന് വെച്ചാല് ഡ്രൈവറുടെ ജോലിയാണ്. വെച്ചാൽ അവരെ എത്ര നമ്മള് ഇതാക്കിയാലും അപ്പൊ ഒരു കുറഞ്ഞ ജോലിയല്ല ഡ്രൈവറുടെ പണി. വെച്ചാൽ ചിലരിങ്ങനെ പറയുന്നേക്കോ ഡ്രൈവർമാർ പുച്ഛമാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. നമ്മുടെ വീട്ടിലാരും ഇല്ല ഡ്രൈവർ, അത് ഞാൻ പറഞ്ഞാണ്. കാരണം വെച്ചാല് അവരുടെ ഫുൾ അവയവങ്ങളും വർക്കിങ്ങിലാണ്. കാല് 2 ഒരെണ്ണം ക്ലച്ച്, ഒരെണ്ണം ബ്രേക്ക്, 2 കണ്ണ്, 2 കൈ, മൈൻഡും അതിന്റെ ഉള്ളില് വേണം. ഒന്ന് തെറ്റി കഴിയാതെ പണി പാളി. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ്. അപ്പൊ അപ്പൊ ഈ ആർമിയിലുള്ളവരൊക്കെ എപ്പോഴും ഭയങ്കര ഇതേപോലെ തന്നെയല്ലേ? പറയാൻ പറ്റില്ല. എല്ലാവർക്കും പ്രൊഫഷൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്. കൂടുതൽ പറഞ്ഞത് നോക്കുമ്പോ ആർമി അല്ലെ? അതും ശരിയാണ്. അത് നമ്മുടെ രാജ്യത്തിനെ കാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ റോട്ടിലുള്ള കാര്യങ്ങളും ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ചിലരിങ്ങനെ തരംതാണ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ പുച്ഛമായിട്ട് തോന്നും. ആ ഒരു പുച്ഛത്തിന് കാരണം വെച്ചാൽ അവരുടെ ഒരു അശ്രദ്ധ മൂലം എത്രയോ ജീവനാ പൊലിയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അത് വെച്ച് ഞാൻ പറഞ്ഞതാ, അല്ലാണ്ട് മറ്റുള്ള ജോലികളെ പുച്ഛാക്കിയിട്ട് പറഞ്ഞതല്ല. ആ ഒരു ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോ ടൈം ആയിട്ടുണ്ട്. ആരാണ് ഈ സൈൻ ഔട്ട് പറയുന്നത്? മാം, ഇന്ന് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാമിന്റെ പോർഷനൊക്കെ മാം മുമ്പേ തീർത്തു. നമ്മളിപ്പോ നല്ല ഹാപ്പിയാണ്. പഠിച്ചും കഴിഞ്ഞു. ഇപ്പൊ ഫുള്ള് ക്ലാസ് നല്ല എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നല്ലപോലെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നുണ്ട്. നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള മാമിന്റെ ആ ശ്രമം, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തിങ്കളാഴ്ചയാണ്. അപ്പൊ ഓണം സെലിബ്രേഷൻ നമുക്ക് പൊളിക്കണം കേട്ടോ. സൂപ്പർ. മാം, അതിനെന്തെങ്കിലും സജഷൻ തരാനുണ്ടോ? ഞങ്ങൾ ഇതിൽ ആദ്യമായിട്ടാണ് മാം. അപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിലും നിങ്ങൾ ആ ടീച്ചേഴ്സിനെ വെൽക്കം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ആദ്യം വേണമെങ്കിൽ ഒരു പ്രയർ സോങ് എന്തെങ്കിലും കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് വെൽക്കം ചെയ്യാം. അതിനെപ്പറ്റി വേണമെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. എല്ലാ ടീച്ചേഴ്സിനോട് വരാൻ പറയാം ആ ക്ലാസ്സിൽ. അതിന്റെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. മതിയോ? നിങ്ങളുടെ വേണമെങ്കിൽ അഭിപ്രായം എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. എന്തെങ്കിലും ഇപ്പൊ എല്ലാവരോടും പറയാം. പൊതുവിൽ ആരും കാണുന്നില്ല, സാമതൊക്കെ പോയി തോന്നുന്നു. അപ്പൊ പൊതുവിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് പറയാം കേട്ടോ, തിങ്കളാഴ്ചയാണെന്നുള്ളത് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് തിങ്കളാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.